വെണ്ടക്ക വെച്ചിട്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെണ്ടക്ക നമ്മളിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ചെറിയ സൈസായിട്ട് കട്ട് ചെയ്യരുത്. ഈ ഒരു സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ചെറുതാക്കി കഴിഞ്ഞാൽ അത് വല്ലാണ്ട് ഉടഞ്ഞു പോകും. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു വെല്ലുള്ളി നീളത്തിൽ അരിഞ്ഞതാണ്. അപ്പോൾ ഇതുപോലെയാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തത്. പിന്നെ നമുക്കൊരു 5-6 പച്ചമുളക് വേണം. അതുപോലെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെടുത്തത് കുറച്ച് വെളുത്തുള്ളി ചതക്കിയതാണ്. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അയണിൻ്റെ ചീനച്ചട്ടിയിലൊക്കെ പാകം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ചട്ടി ചൂടാകുന്ന സമയത്ത് അതിലേക്ക് നല്ലോണം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നാലേ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് 1-2 കായ്മുളക് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. അയണിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് വേഗം കരിഞ്ഞു പോകും. ഫ്ലെയിം നന്നായിട്ടൊന്ന് ഈ ഒരു സമയം കുറച്ച് വെക്കണം. പിന്നെ നമ്മൾ ആ വെളുത്തുള്ളി ചതക്കിയതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ വെളുത്തുള്ളിൻ്റെ ഒരു കളറൊന്ന് ചേഞ്ച് ആവണം. ആ ഒരു സമയത്ത് നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച വെണ്ടക്കയും അതുപോലെ പച്ചമുളകും ഉള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് ഉള്ളത്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ മുളക് പൊടിക്ക് പകരം അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 5-6 പച്ചമുളക് എടുത്താലും നല്ല ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനത്തെ ആ ഒരു സാധനങ്ങളൊന്നും കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കില്ല. അപ്പോൾ ആ ഒരു നമ്മൾ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആവി കിടന്നിട്ട് തന്നെയാണ് ഇതുപോലെ വഴുതനങ്ങയും വെണ്ടയ്ക്കൊക്കെ വെന്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് മൂടി തുറന്ന് നോക്കണം. അത് മറക്കരുത്. അപ്പോൾ അതിൻ്റെ ആവിൻ്റെ വെള്ളമൊക്കെ വന്നിട്ട് അത് കുറച്ചൊന്ന് വെന്ത് കിട്ടും. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തീ നന്നായിട്ട് തന്നെ കുറച്ച് വെക്കുക. അതുപോലെ കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക. ഇടയ്ക്കിടെ ഒന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ തേങ്ങ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വെണ്ടക്ക വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പി റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അത് മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം ഇത്ര കുക്കായാൽ മതിയെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിക്കൊടുക്കാം. പക്ഷേ എങ്കിൽ ചോറിന് മാത്രമേ നമുക്കിത് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ചപ്പാത്തിക്കും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ നന്നായിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇനി എത്ര നല്ലോണം കുക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിത് വെന്ത് ഉടയൊന്നും ചെയ്യൊന്നുമില്ല. അപ്പോൾ നമ്മളിനി ഇതിൽ അങ്ങനെ വെന്ത് ഉടയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വഴുവഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്നത് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് വീണ്ടും ഒന്ന് നന്നായിട്ട് തന്നെ എന്താ പറയണ്ടേ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ചപ്പാത്തിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ വീണ്ടും ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇടയ്ക്കിടെ ഒന്ന് വീണ്ടും ഒന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ വെണ്ടക്ക കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞത്. ഒരുപാട് ചെറിയ സൈസായിട്ട് കട്ട് ചെയ്യരുത്. ഏകദേശം കുറച്ച് വലുപ്പത്തിൽ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്നുള്ളത്. ചെറിയ സ്ലൈസൊക്കെ ആക്കി കട്ട് ചെയ്യുമ്പോഴാണ് ഇത് വെന്ത് ഉടഞ്ഞു പോവുക. അതുപോലെ നമ്മൾ ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ എനിക്കിത് അങ്ങനെ വഴുവഴുപ്പോ അതുപോലെ വെന്തുടയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ അധികം ഒന്നും ചള്ളൊക്കെ ആണെങ്കിൽ മാത്രമേ അങ്ങനെ ഉടഞ്ഞു പോവുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം നല്ല മൂത്തതുമല്ല അധികം ചള്ളുമല്ല അങ്ങനത്തെ ഒരു വെണ്ടയ്ക്കാണിത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിതങ്ങനെ അടിഞ്ഞു പോകാണ്ട് നിന്നത്. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടെ ഇങ്ങനെ കുറേ സമയം ഇതിങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇതുപോലെ നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് ഓഫ് ചെയ്യാൻ തോന്നുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്കിത് കഴിക്കാൻ ഇഷ്ടം എന്നുള്ള ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വെളുത്തുള്ളി ചതക്കി ചേർക്കുന്നുണ്ട്. അത് ചേർക്കുമ്പോഴാണ് ഇതിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ വെണ്ടക്ക മാത്രമല്ല നിങ്ങൾക്ക് വഴുതനങ്ങയൊക്കെ ഇതുപോലെ ചെയ്യാം. അതുപോലെ കായ് വറവൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ എന്താ പറയണ്ടേ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണിത്. ഇനിയിപ്പോൾ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ സൈഡ് ഡിഷായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വെറുതെ എടുത്ത് കഴിക്കാറില്ല. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്